വരട്ടെ. My question to you is, when we met on the sets of one of the reality shows very recently, and when we came in front of each other for the first time, what is the compliment I gave you? അവനാണോ കോംപ്ലിമെന്റ് കൊടുത്തത്? ഞാനല്ലേ കൊടുത്തത്? അവനല്ലേ? ഞാനല്ലേ കോംപ്ലിമെന്റ് കൊടുത്തത്? അദ്ദേഹം നിങ്ങൾക്ക്? അവനല്ല, ഞാനാണോ കൊടുത്തത്? ആണോ? എന്ന് പറഞ്ഞു ഞാൻ. പിന്നെ കൃഷ്ണൻ മൂപ്പറും വേണം തന്നിട്ടുണ്ടാവും. എന്ത് പറഞ്ഞു? ഈ ഷോ കഴിഞ്ഞിട്ട് അത് ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പറയണമെന്ന് മൂപ്പർ പറഞ്ഞിട്ടുണ്ട്. മറന്നുപോയല്ലേ? യു ആർ ബ്യൂട്ടിഫുൾ. ബിക്കോസ് ഞാൻ അവനെ കണ്ടപ്പോൾ ഞാൻ എല്ലാം മറന്നു. എനിക്ക് നിതേഷ് എന്ന് പറഞ്ഞാലോ, അയ്യോ ഞാൻ ഗന്ധർവനല്ലേ. ഹി വാസ് സോ ക്യൂട്ട്. അതിനുശേഷം മഹാഭാരതത്തിലെ കൃഷ്ണൻ, ക്യൂട്ട് സ്മൈൽ മിസ്ചീവിയസ് ഐസ് കോമ്പിനേഷൻ വരെ ഏത് കൃഷ്ണന് വന്നിട്ടില്ല. ഇതായിരുന്നു കൃഷ്ണൻ. നമ്മൾ കൃഷ്ണനെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ഇമാജിൻ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മുമ്പിൽ വരുന്ന കൃഷ്ണൻ്റെ രൂപം നിതേഷ് ഭാരദ്വാജാണ്. ആൻഡ് ഈസ് സച്ച് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്. നോൺ സ്റ്റോപ്പ് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ ഇങ്ങനെയാണ് അവൻ. ആഫ്റ്റർ എവറി 1 hour എൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് പറയും, സരിത ജാനാ കുച്ച് ലേക്കാനാ. കറക്റ്റ് ജഡ്ജ്മെന്റ് ടൈമിൽ സമൂസ സമൂസ. നിതേഷ് ജഡ്ജ്മെന്റ് പറയണ്ടേ? നിക്ക്, സമൂസ വന്നിട്ടുണ്ട്, ഫസ്റ്റ് സമൂസ കഴിക്കാം, അതിനുശേഷം ജഡ്ജ്മെന്റ് കൊടുക്കാം. ഈസ് ദാറ്റ് നോട്ടോറിയസ്. ബട്ട് ഐ എം വെരി ഹാപ്പി ഫോർ ഹിം. ഹീസ് ഡൂയിങ് സോ വെൽ. ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിലിം സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് മറാഠിയിൽ. വെരി ഗുഡ്. എന്തായാലും അദ്ദേഹം തന്ന കോംപ്ലിമെന്റ് ഇപ്പോഴും ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കാം. ചോദിക്കണം. അവനും മറന്നിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് കോംപ്ലിമെന്റ് കൊടുത്തു അല്ലേ? ഞാൻ കോംപ്ലിമെന്റ് അല്ലേ, ഞാൻ ഓവർ ജസ്റ്റേഴ്സ് അല്ലേ. ആണോ? എന്ന് പറഞ്ഞു. ഒരു ഉമ്മ കൊടുത്തോ? ആ, ഇന്ത്യയല്ലേ ആന്ന് പറഞ്ഞെന്താണ്? ആ, ഓക്കെ, കൊടുത്തിരിക്കും. കൊടുത്തില്ലേ? ഒന്ന് കൊടുത്തോ? കൊറേ പ്രാവശ്യം കൊടുത്തു. എനിക്ക് അത് ഫസ്റ്റ് ടൈം വരുന്നു. അടുത്ത് മലയാളം ഇൻഡസ്ട്രിയിലെ സ്ത്രീകളും മറ്റ് പുരുഷന്മാരും എല്ലാവരും, കുട്ടികളും അടക്കം സുധാചന്ദ്രനെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ആർദ്രം എന്ന സീരിയലിലൂടെയാണ് അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് മാത്രം വീണ്ടും മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു ഓഫർ ഉണ്ടാകുകയാണെങ്കിൽ വന്ന് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാകുമോ? പ്രത്യേകിച്ച് ഈ JB ജംഗ്ഷൻ എന്ന പരിപാടിയിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. നോക്ക്, കൈയെടുത്ത് പ്ലീസ് എന്നെ വിളിക്ക്. പ്ലീസ് ഒന്നും കൂടെ പറഞ്ഞ പ്ലീസ് പ്ലീസ് എന്നെ വിളിക്ക്. പ്ലീസ് വിളിക്കുവോ? എത്ര പ്രാവശ്യം ഞാൻ പറയണം? ഇതാണ് ഞാൻ പറഞ്ഞത്. സുധയുടെ ഈ മനസ്സിലെ വിലാപം, ഈ കരച്ചില്, മലയാള ഇത് കരച്ചിൽ ഉദ്ദേശിക്കുന്നത് മലയാള ഇൻഡസ്ട്രിയിലെ എല്ലാ സംവിധായകന്മാരും എല്ലാ നിർമ്മാതാക്കളും കേൾക്കുന്നുണ്ടാവും. കേൾക്കട്ടെ. ഇനി ഒരുപാട് ചാൻസ് എല്ലാം കിട്ടി കഴിയുമ്പോൾ ഇവിടെ ഇരുന്നാണ് ചാൻസ് കിട്ടുന്ന കാര്യം മറന്നേക്കരുത്. ഞാൻ ഫോൺ ചെയ്ത് പറയും, Mr. JB, I have signed my first film. Maybe next time I വന്നാൽ പറയും. അതിന്റെ റെമ്യൂണറേഷൻ എത്ര % ആണ്? നോക്കാം. അതുകൂടെ പറഞ്ഞോളൂ. അത് നമ്മൾ ഓഫർ എത്ര വരുന്നു അതിനുശേഷം നമ്മൾ ആ പോയിന്റ് ഡിസ്കസ് ചെയ്യാം. അതിന്റെ പെർസെന്റേജ് വേണം ഇപ്പൊ പറയാവുന്നേ ഉള്ളൂ. 10-15 അല്ലേ നോർമൽ? 10-15. പിന്നെ എന്തുവാ ഞാൻ അഭിനയിച്ച് 50% തരണോ? ഇതൊരു പഞ്ചാബി മോഡലാട്ടോ ഇതൊക്കെ. അഭിനയിക്കുന്നത് ഞാൻ രവിയുടെ അതേ പിശുക്ക് വന്നിരിക്കുകയാണ്. ഞാൻ വേഴ്സ്റ്റാ. ആണോ? അത് ശരി. നല്ല കോമ്പിനേഷൻ ആണ് നിങ്ങളുടെ. വെരി ഗുഡ്.